ഹലോ മജ്ജമാരെ, ഇതാ വൈകുന്നേരം സമയമായി. നമ്മളെ അവിലും മിച്ചറും നല്ല പാൽ ചായയും എത്തി. വാവ്, ഫാൻറ്റാസ്റ്റിക്. ഇതിങ്ങനെ മുറ്റത്തിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു ശബ്ദം, ഏട്ടാ നമുക്ക് കടപ്പുറം പോയാലോ എന്ന്. ആഹാ, എടിപിടി ദാ മക്കളെ, റെഡി ആയിക്കോ, കോട്ടിട്ടോ. കോട്ടിടാൻ വലിയ കാരണമൊന്നുമല്ല, നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എടിപിടി മഴ. പടച്ചോനെ കാത്തോളി, മഴ പെയ്താൽ നമ്മൾ വിടൂല എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. ഒരേ ഒരു ലക്ഷ്യം, കടപ്പുറം തന്നെ. നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുന്നതാ, നല്ല മഴയാണ്. നമ്മളങ്ങനെ പുളിമൂട്ടിൽ കടപ്പുറത്തേക്ക് പോവാണ്. പുളിമൂട്ടിൽ കടപ്പുറത്തേക്ക് പോകുന്ന പോക്കിൽ കുറേ ടൗണുകളുണ്ട്. ആ ടൗണുകളൊന്നും കാണിക്കാണ്ട് പറ്റിയില്ല. ഇപ്പോൾ ടൗണുകളൊക്കെ ഞാൻ ഓരോ സമയത്ത് പോകുന്ന സമയത്ത് ആർത്ത ടൗണുകളൊക്കെ കാണിച്ചു തന്നേക്കും. പടന്നിയുണ്ട്, കൈതക്കാടുണ്ട്, ഒരുമുക്കുണ്ട്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും, അടുത്ത വീഡിയോയിലേക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ, അത് മറക്കരുത്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ കടപ്പുറത്തിൻ്റെ കാഴ്ചകൾ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര കാഴ്ചകൾ, നല്ല നല്ല കാഴ്ചയായിരുന്നു. നമ്മളെ എല്ലാവരും കൂടി സന്തോഷത്തോടെ ഇരുന്ന് ഫോട്ടോയ്ക്ക് എടുത്തു. മഴയില്ല, കടപ്പുറത്ത് മഴ അങ്ങനെയില്ല, മഴ ചെറിയ കുറച്ചുണ്ടായിരുന്നു. റോഡിലൊക്കെ നല്ല മഴയായിരുന്നു. കടപ്പുറത്ത് തീരെ വളരെ മഴ കുറവായിരുന്നു. ഫുള്ള് കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായെന്ന് തോന്നുന്നു. കാരണം കമ്പനി 2-3 ദിവസം മുമ്പേ പറഞ്ഞായിരുന്നു അന്ന് വെള്ളത്തിൽ കളിക്കാൻ. അത് കമ്പനിക്ക് ഇപ്പോൾ സാധ്യമായി. അതുകൊണ്ട് വളരെ കമ്പനിക്ക് സന്തോഷമായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല പോകാനുള്ള തയ്യാറെടുപ്പ് ആവാറായി, നമുക്ക് ടൈമായി. അതിനിടയ്ക്കുന്ന ഒരു ഭയങ്കര വിറ്റുണ്ട് കേട്ടോ. ഇതാ ഇപ്പം വരുന്നുണ്ട്, ഇപ്പം കാണിച്ചു തരാം വിറ്റ്. വിറ്റ് എന്ന് വെച്ചാൽ വിറ്റ് എന്നല്ല, വിറ്റ് പറയാൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് കിടക്കുന്നത്. റീൽസൊക്കെ കണ്ടിരുതാ, ഞാൻ ഈ പോത്തിൻ്റെ അടുത്ത് പൊന്തിച്ച് നോക്കിയതാ. എൻ്റെ അമ്മയെ ഒടുക്കത്തെ വെയിറ്റ് തന്നെ. എൻ്റെ അമ്മോ, ഇത്രയ്ക്കും വെയിറ്റ് ഉണ്ടോ നിനക്ക് സാധി? എന്നതിരിക്കട്ടെ, 2-3 കറക്കലും കൂടി കറക്കളിയാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇരുന്ന് കറക്കി. അയ്യോ, അങ്ങനെ നമ്മളിതാ കടപ്പുറം നല്ല അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ചലിക്കാമെന്ന് ചലിക്കുകയാണ്. പോകുന്ന പോക്കിലും വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വരുമുണ്ടായ മഴയല്ലാണ്ട് പോകുന്ന പോക്കിൽ വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മൾ കോട്ടൊന്നും ഊരിയില്ല. കാരണം വെച്ചാൽ അഥവാ മഴ പെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താവും, വീണ്ടും കോട്ടെടുത്ത് വേണ്ടി വരും. അതിനെക്കാളും നല്ല എന്ത് ചെയ്യാം, കോട്ടിട്ട് തന്നെ മൂവ് ചെയ്യാമെന്ന രീതിയിൽ മൂവ് ചെയ്തു. ഈ പോകുന്ന പോക്കിൽ കുറച്ച് പടന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സാധനമൊക്കെ അവിടെ നിന്നാണ് വാങ്ങാറ്. ഒരു മിനി ടൗൺ, ഒരു വലിയൊരു ടൗൺ, അത്യാവശ്യം മോശമില്ലാത്ത ടൗൺ തന്നെയാണത്. പോകുന്ന പോക്കിൽ ആ പടന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഉപ്പിലിട്ട ക്യാരറ്റും മാങ്ങയും അതുപോലെ തന്നെ ചോളം വാങ്ങിക്കയച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നല്ല റേറ്റാണ്. അതായത് ഒരു പീസിന് 10 റുപ്പീസിലുണ്ട്. നല്ലൊരു ബിസിനസ്സും കൂടിയാണ് കേട്ടോ പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. നിങ്ങളെന്ത് ചെയ്യാം, എന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു.